മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഇമാമിങ്ങൾ പറഞ്ഞ ഒരു ഗുണം എന്താണെന്നറിയോ? നാളെ മഹ്ശറയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നിലവിളിച്ച് നട്ടം തിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് മാത്രം ശഫാഅത്ത് ചെയ്യാനായി കാത്തു നിൽക്കുമ്പോ, എല്ലാ അമ്പിയാക്കളും കൈയൊഴിയുമ്പോ, ഇമാമി അതേ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ജനങ്ങൾ പോയി വേവലാതി പറയുമ്പോ മഹ്ശറയിൽ ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും എല്ലാ അമ്പിയാക്കന്മാരും കഴി ഒഴിയുന്ന ഒരു രംഗമുണ്ട്. അവസാനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് എത്തുമ്പോ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, മക്കളെ, ഞാൻ ദുനിയാവിൽ എന്നെ ഒരുപാട് ആളുകൾ ആരാധിക്കപ്പെട്ടു പോയി. ഞാൻ അതിന് ഉത്തരവാദിയല്ല. എന്നെ ഒരുപാട് പേര് ആരാധിച്ചിട്ടുണ്ട്. അത് എന്റെ കുറവല്ല. പക്ഷേ ആ വിഷയത്തിൽ വരെ ഞാൻ പേടിയിലാണ്. എന്റെ അടുത്ത് നിങ്ങൾക്ക് പരിഹാരമില്ല. ഈസാ നബി അലൈഹിസ്സലാം വിരൽ ചൂണ്ടി കാണിക്കുകയാണ്. ആരെയാ കാണിക്കുന്നത്? ഓ ജനങ്ങളെ, അവിടെ കാണുന്നില്ലേ ഒരു നേതാവിനെ? അവിടെ കാണുന്നില്ലേ ഒരു നേതാവിനെ? ലോക ചരിത്രത്തിൽ ഒരു കുറവ് പോലുമില്ലാത്ത നേതാവ്, ആരും ആരാധിക്കപ്പെടാത്ത നേതാവ്, ആരും ദൈവമാക്കി പ്രതിഷ്ഠിച്ചിട്ടില്ലാത്ത നേതാവ്, സൃഷ്ടികളിൽ അത്യുത്തമരായി ലോക ജനത കണ്ട ഏറ്റവും വലിയ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരൻ അതവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കോ. ജനങ്ങളെല്ലാം ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോ, സാധാരണ ഈ ഭൗതികമായ ലോകത്തെ ഏതെങ്കിലും ഒരു കടലാസ് ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ക്ലിയറായി കിട്ടാൻ വേണ്ടി, ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നമ്മൾക്കൊരു കടലാസ് റെഡിയായി കിട്ടാൻ വേണ്ടി ബന്ധമുള്ള ആളുകൾ നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തിനാണത്? അതിന്റെ ഉള്ളിൽ കയറിയാൽ എനിക്കൊരു പരിഗണന കിട്ടണം. അതിന്റെ ഉള്ളിൽ കയറിയാൽ എന്റെ കാര്യം പെട്ടെന്ന് ശരിയാകണം. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, കളവ് പറയാത്ത, സത്യത്തിന്റെ ലാഞ്ചന പോലും തൊട്ടു തീണ്ടാത്ത ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ സ്വലാത്തിന്റെ ധ്വനികളങ്ങ് ഉയരട്ടെ. പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി ശീതലക്കാറ്റിന്റെ സിൽക്കാരം പേറി മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 140 കോടി മുസ്ലിം ജനതയുടെ ചങ്കിലെ ചോരയായ, കരളിന്റെ കഷ്ണമായ, ജീവന്റെ തുടിപ്പായ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവരാരെന്നറിയുമോ? എന്നോട് ഏറ്റവും അടുത്തവരാരെന്നറിയുമോ? എന്നോട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടവരാരെന്നറിയുമോ? ഞാൻ ആദ്യമായി പരിഗണിക്കുന്നത് ആരെന്നറിയുമോ? ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. എന്നിലേക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാ.
സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഡെയിലി 10 സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഉസ്താദേ, ഞാനൊരു 100 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്, അത് അധികമാകുമോ? അത് അധികരിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ പെടുമോ? ഇല്ല. മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് സ്വലാത്ത് അധികരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ 300 സ്വലാത്തെങ്കിലും മിനിമം ഒരു ദിവസം അവൻ ചൊല്ലേണ്ടതാ. 300 സ്വലാത്തെങ്കാലും ഒരു ദിവസം ഒരാളും ഇടമുറിയാതെ ദൈനംദിനം ചെല്ലുന്നുണ്ടോ, അവനാണ് സ്വലാത്ത് അധികരിപ്പിക്കുന്നവനെന്ന് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്.